ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം. ദാവീദ് ശൗലിനാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ദാവീദിനെ സഹായിച്ചവരുടെ ഒരു വലിയ ലിസ്റ്റാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാവീദ് രാജാവായതിനു ശേഷം ധാരാളം ആളുകൾ അദ്ദേഹത്തോട് ചേർന്നിരിക്കുക. എന്നാൽ ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിൽ ചെന്ന് ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ നമുക്ക് പ്രയാസമില്ലായിരിക്കാം. എന്നാൽ ദൈവത്തെ ദ്വേഷിക്കുന്ന, നിന്ദിക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തിന് സാക്ഷികളായി, ദൈവത്തിൻ്റെ മക്കളായി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു ജീവിത അനുഭവമാണ്. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പീഡിപ്പിച്ചതായ സമയത്ത് കൂടെ നിന്നവരെയാണ് അദ്ദേഹം പിന്നെ സേനാനായകന്മാരാക്കിയിട്ടുള്ളത്. തനിക്ക് വേണ്ടി ജീവിക്കുന്ന, പീഡ അനുഭവിക്കാൻ പോകുന്ന ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ നിങ്ങളെ ഇരുത്തും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ദൈവവും നമ്മുടെ കർത്താവും തന്നോട് ചേർത്ത് നിർത്തുന്നതെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് നന്മ ചെയ്തിട്ട് ഭൂമിയിൽ നമ്മൾ തിന്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. യഥാർത്ഥ അഭിഷിക്തരെ ആരും ഒരു നാളും തിരിച്ചറിയണമെന്നില്ല. കള്ളഭക്തന്മാർക്കാണ് കൂടുതൽ ഈ ഭൂമിയിൽ അംഗീകാരം ലഭിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് കാകഷ്ടം. കള്ളപ്രവാചകന്മാരോടും അവർ അപ്രകാരം ചെയ്തു. എന്നാൽ മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ പ്രവാചകരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുമ്പോൾ സന്തോഷിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് ഇവിടെ വളരെ പ്രസക്തമാണ്. കർത്താവിൻ്റെ അപ്പസ്തോലന്മാരൊക്കെ, യഥാർത്ഥ അപ്പസ്തോലന്മാരൊക്കെയും കർത്താവിന് ശേഷം ധാരാളം പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്ത് നമുക്കറിയാം. നിക്കാ സുന്നദോസിൽ പങ്കെടുത്ത 318 പിതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അംഗവൈകല്യം സംഭവിച്ചവരും പീഡിപ്പിക്കപ്പെട്ടവരുമായിരുന്നുവെന്ന് സഭാചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. 2 തീമോത്തിയോസ് 1:15 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആസ്യയിലുള്ള എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അദ്ദേഹം കൊരിന്ത്യയിലെ ആസ്യയിൽ ചെന്നപ്പോൾ ജനം അദ്ദേഹത്തെ തിരസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. കാരണം പൗലോസ് തൻ്റെ ജീവിതകാലത്ത് ദൈവത്തിനോട് സത്യസന്ധതയുള്ളവനായിരുന്നു. ദൈവത്തിനു വേണ്ടി അദ്ദേഹം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുള്ള കാരണം. അമാസി എന്ന് പറയുന്നൊരു മനുഷ്യൻ, 12 മുതൽ 18 വാക്യങ്ങൾ, അമാസി എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ ദാവീദിനെ തിരിച്ചറിയുകയും അദ്ദേഹത്തിലുള്ളതായ ആ അഭിഷേകത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ദാവീദിനെ സഹായിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിനക്കുള്ളവരാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥ ഭക്തർ എന്നാളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യനെ അംഗീകരിക്കുന്നത് അവനിലെ അമാനുഷികമായ കഴിവുകൾ കണ്ടിട്ടാണ്. അവൻ അഭിഷിക്തനാണെന്ന് നമ്മൾ പലപ്പോഴും പറയാൻ നമ്മൾ മുതിരുന്നത്. അമാനുഷിക കഴിവ് ഒരു മനുഷ്യനെ കണ്ടുവെന്ന് വിചാരിച്ച ദൈവിക ആത്മാവിനാൽ ആകണമെന്നില്ല.
ദുരാത്മാക്കൾക്കും അങ്ങനെയുള്ള അമാനുഷികമായ കഴിവുകളുണ്ട്. മോശ ഫറവോൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ മോശയുടെ കയ്യിലിരുന്നതായ വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി മാറി. മന്ത്രവാദികൾക്കും അങ്ങ് അപ്രകാരം ചെയ്യാൻ സാധിച്ചു. ഫറവോൻ്റെ കൊട്ടാരത്തിലെ മന്ത്രവാദികൾ അപ്രകാരം ചെയ്തുവെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ മോശയുടെ സർപ്പം അവരുടെ സർപ്പങ്ങളെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അതിനേറെ നാൾ പിടിച്ചു നിൽക്കാനാവില്ല. യഥാർത്ഥ സർപ്പം അതിനെ വിഴുങ്ങും. അതുപോലെ മോശ അനേക വീര്യപ്രവൃത്തികളെ അവിടെ ചെയ്തു. അതിൽ പലതും മന്ത്രവാദികൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് അധികം നാൾ നിലനിൽക്കുകയില്ല, അതില്ലാതെ പോകും. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹനശക്തിയുള്ളവരും സമാധാനപ്രിയരും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നവരുമാണ്. അവർ സമാധാനമുണ്ടാക്കുന്നവരുമായിരിക്കും. ആ സമാധാനത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ആരായാലും സഭയിലായാലും സമൂഹത്തിലായാലും അവരൊരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. കാരണം ദൈവം എപ്പോഴും സമാധാനത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ സഹായിച്ച ആളുകളുടെ ഒരു വലിയ ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാണല്ലോ യഥാർത്ഥ സ്നേഹിതരായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന് സമ്പത്തും അധികാരവും ഒക്കെ ഉള്ളപ്പോൾ അവൻ്റെ കൂടെ കൂടുവാനും അവരെ പോഴ്ത്തി പറയാനും അവരോട് ചേർന്ന് നിൽക്കുവാനും ധാരാളം ആളുകളെ കണ്ടേക്കാം. എന്നാൽ അവരൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ആരും അവരെ സഹായിക്കണമെന്നില്ല. ആ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ, യഥാർത്ഥ ഭക്തന്മാരെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ എളിയവന് ചെയ്തത് എനിക്ക് ചെയ്തു എന്നാണ്. വലിയവന് ചെയ്തത് എനിക്ക് ചെയ്തു എന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളിൽ എളിയവന് ചെയ്തത് നിങ്ങൾ എനിക്ക് ചെയ്തു. എനിക്ക് വിശന്നു, ദാഹിച്ചു, ഞാൻ തടവിലായിരുന്നു എന്നൊക്കെ കർത്താവ് ന്യായവിധിയുടെ ആ ദിവസവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ. അന്ന് നിങ്ങൾ എന്നെ വന്നു കണ്ടു, എന്നെ സ്നേഹിച്ചു, എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എളിയവന് ചെയ്തതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ ഓർക്കുക. അതുകൊണ്ട് എപ്പോഴും നന്മയുടെ ഭാഗത്ത് ആളുകൾ വളരെ കുറവായിരിക്കും, എന്നാൽ തിന്മയുടെ ഭാഗത്തായിരിക്കും ആളുകൾ കൂടുതലുണ്ടാവുക. നമുക്ക് കർത്താവിനോട് ചേർന്ന നന്മയുടെ ഭാഗത്തായിരുന്നു കൊണ്ട് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാനിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആത്യന്തികമായി നിലനിൽക്കുന്നത് ദൈവികമായത് മാത്രമേ നിലനിൽക്കൂ എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴും ദാവീദിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴും അപ്രകാരമുള്ള ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.